പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം കുമ്പസാരത്തിൻ്റെ ആവശ്യകതയാണ്. നമ്മൾ കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ? സമൂഹത്തിൽ പല വ്യക്തികൾക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മൾ എന്തിനാണ് വൈദികരോട് കുമ്പസാരിക്കുന്നത്? ദൈവത്തോട് നേരിട്ട് കുമ്പസാരിച്ചാൽ പോരെ? വൈദികരോട് കുമ്പസാരിച്ചു എന്ന് കരുതി ദൈവം പാപങ്ങൾ ക്ഷമിക്കുമോ? അല്ലെങ്കിൽ ഞാൻ ചെയ്ത പാപങ്ങൾ ഒരു വൈദികന്റെ അടുത്ത് ഏറ്റു പറഞ്ഞു എന്ന് കരുതി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമോ? ദൈവത്തോടല്ലേ പാപങ്ങൾ ഏറ്റു പറയേണ്ടത്? ദൈവമല്ലേ ക്ഷമിക്കേണ്ടത്? അങ്ങനെയുള്ള പല സംശയങ്ങളും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് കുമ്പസാരം? അല്ലെ, കുമ്പസാരം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം ലഭിക്കുക? നമുക്കറിയാം, ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അവിടുന്ന് ജനിച്ചത് കുറച്ച് നന്മകൾ ചെയ്യുവാൻ വേണ്ടിയിട്ടോ സ്നേഹത്തെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടോ അല്ല. കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവമായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് ഉയർത്തു പോയ ഒരു വ്യക്തിയല്ല ഈശോ. അവിടുന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ അരുളി ചെയ്യുന്നുണ്ട്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. യേശു ആകുന്ന വഴിയും സത്യവും ജീവവും. അപ്പോൾ ഈശോ ഒരു വഴിയായിട്ട്, ഒരു സത്യമായിട്ട്, അല്ലെങ്കിൽ നിത്യജീവനിലേക്കുള്ള ഒരു വഴിയായിട്ട് ഈശോ ഈ ഭൂമിയിൽ ജനിക്കുക. അപ്പോൾ ഈശോ ചെയ്ത എല്ലാ പ്രവർത്തികളും, നമ്മളൊരു വഴി കാണുമ്പോൾ ആ വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്ന പോലെ ഈശോ ചെയ്ത എല്ലാ പ്രവർത്തികളും ഈശോയുടെ ജീവിതമാകുന്ന വഴിയിലൂടെ നമ്മളും ഓരോരുത്തരും നടന്ന് നീങ്ങണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. ദൈവം ഏകനല്ലാതെ മറ്റൊരുവനില്ല. ഏക സത്യ ദൈവമായ യഹോവയുടെ ഏക പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യേശുവിനെ പോലെ ആകുവാന്, യേശുവിന്റെ ജീവിതം പഠിച്ചുകൊണ്ട് ആ യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ. അതുകൊണ്ട് ഈശോ പറയുന്നത്, ഞാനാകുന്നു വഴി. ആ വഴി മനസ്സിലാക്കി ജീവിക്കുമ്പോൾ യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഈശോ പാപങ്ങൾ ക്ഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ പലരും, നിയമജ്ഞരും പ്രീസ്റ്റരും എല്ലാം അതിനെ എതിർക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിന്റെ 1 മുതലുള്ള തിരുവചനത്തില് ഒരു തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇപ്രകാരമാണ് പറയുക. മർക്കോസ് 2-ാം അധ്യായത്തില് 5-ാമത്തെ തിരുവചനം മുതൽ നമുക്ക് നോക്കാം. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു തളർവാദ രോഗിയെ കുറെ ജനങ്ങളെ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തിന്റെ ഉള്ളിലിരുന്ന് ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അവിടെ കൂടിയിരുന്നവരോട്. അപ്പൊ ഈ ഈശോയുടെ അടുക്കലേക്ക് ആ രോഗിയെ കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ ആ വിഷമം കൊണ്ട് അവര് ആ വീടിന്റെ മേൽക്കൂര പൊളിച്ച് അതിലൂടെ യേശു ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് ഈ തളർവാദ രോഗിയെ കട്ടിലോടെ ഇറക്കുകയാണ്. അപ്പൊ കട്ടിലോടെ ഇറക്കി യേശുവിന്റെ മുമ്പിൽ ഈ തളർവാദ രോഗിയെ എത്തിച്ചപ്പോൾ അവരുടെ എല്ലാം വിശ്വാസം കണ്ടിട്ട്, അത്രമാത്രം തീക്ഷ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തോടുകൂടി ആ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ വേണ്ടി, ഈശോയുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ആ തളർവാദ രോഗിയെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഈശോ ആ രോഗിയോട് പറഞ്ഞ ഒരു കാര്യം, നിന്റെ രോഗങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്കുക എന്നുള്ളതല്ല. ആദ്യം അവിടുന്ന് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് വചനം മർക്കോസ് 2:5 പറയുന്നുണ്ട്, അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴവിടെ ഉണ്ടായിരുന്ന നിയമജ്ഞരിൽ ചിലർ അവർ ചിന്തിച്ചു. 7-ാമത്തെ തിരുവചനം പറയുന്നു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അപ്പൊ നിയമജ്ഞര് നിയമം അറിയുന്ന വ്യക്തികളാണ്. ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ നിയമങ്ങളെ കുറിച്ച് നല്ലവണ്ണം പഠിച്ച വ്യക്തികളാണ് നിയമജ്ഞര്. അവര് കേട്ടിരിക്കുന്നത്, അവര് കണ്ടിരിക്കുന്ന വചനമനുസരിച്ച് അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരമുള്ളൂ. കാരണം ഒരു പാപിയായ ഒരു വ്യക്തിയെ ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ, ഈ വ്യക്തിയുടെ പാപം ക്ഷമിക്കണമെങ്കിൽ ദൈവമാണ് ഈ വ്യക്തിയുടെ പാപം ക്ഷമിക്കുന്നത്. അതെങ്ങനെയാണ്? അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് പാപ പരിഹാര ബലി അർപ്പിച്ചിരുന്നു പഴയ നിയമത്തില്. അപ്പൊ ഈ പാപ പരിഹാര ബലി ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പുരോഹിതൻ അർപ്പിച്ചു കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ രോഗിയുടെ രോഗം ഭേദപ്പെടും.
ആ രോഗം ഭേദപ്പെട്ട് കഴിയുമ്പോൾ ആ രോഗി പുരോഹിതന്റെ അടുക്കൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം, ഇതാ ഞാൻ പാപപരിഹാര ബലി അങ്ങോട്ട് അർപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിനുശേഷം ഇതാ എന്റെ രോഗം സുഖപ്പെട്ടിരിക്കുന്നു, ദൈവം എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ രോഗം സുഖപ്പെടുത്തിയിരുന്നത് ദൈവമായിരുന്നു. പുരോഹിതൻ പ്രാർത്ഥിച്ചെന്നാലും രോഗം സുഖപ്പെടുത്തിയിരുന്നത് ദൈവമായിരുന്നു. എന്നാൽ നോക്കുക, ഇവിടെ നിയമജ്ഞർ അതുകൊണ്ടാണ് പറയുന്നത്, ഈ വ്യക്തിയുടെ പാപം മോചിക്കേണ്ടത് അത് ദൈവമല്ലേ, അല്ലാതെ ഒരു മനുഷ്യന് എങ്ങനെ മറ്റൊരു മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിയമജ്ഞരൊരു ചോദ്യം ഉയർത്തുക. അപ്പൊ ഈശോ പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഈശോ പറയുന്നുണ്ട്, അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? അപ്പൊ ഈശോ ചോദിക്കുകയാണ്, ഇതിൽ ഏതാണ് എളുപ്പം? നിന്റെ രോഗങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു? അപ്പൊ പാപം ക്ഷമിക്കുവാൻ ദൈവത്തിനാണ് അധികാരമുള്ളതെന്ന് ഈശോയ്ക്ക് അവിടെ അറിയാം. അപ്പൊ ഈശോ ദൈവമായതുകൊണ്ട് ഈശോയ്ക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് അവിടുന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു രോഗം സൗഖ്യപ്പെടുത്തുവാൻ ആർക്ക് സാധിക്കും? രോഗിക്ക്, ഡോക്ടർക്ക് സാധിക്കും. ഒരു രോഗം സുഖപ്പെടുത്തുവാൻ വൈദ്യന് സാധിക്കും. എന്നാൽ പാപം ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളായിരുന്നു എന്നുള്ള ആ ചിന്തയില് ഈശോ പറയുകയാണ്, ഇപ്പോൾ ഇതാ ദൈവമായ ഞാൻ തന്നെയാണ് ഈ പാപങ്ങൾ ക്ഷമിക്കുന്നത് എന്ന്. ദൈവത്തിന്റെ പുത്രനാണ് യേശുവെന്നും ദൈവമാണ് യേശുവെന്നും അവിടെ കൂടിയിരുന്നവരെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് താൻ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുക. ദൈവത്തിന്റെ ആ ദൗത്യം തന്നിലൂടെ ലോകത്തിന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മനുഷ്യപുത്രനും മനുഷ്യർക്കും പാപം മോചിക്കുവാനുള്ള അധികാരമുണ്ട് എന്നുള്ള ആ ഒരു ധ്വനി ദൈവം നമുക്ക് അവിടെ തരുന്നതായിട്ട് കാണാൻ സാധിക്കും. ദൈവത്തിന് തന്നെയല്ല, ദൈവം നിയോഗിച്ചിരിക്കുന്ന മനുഷ്യർക്കും, അതായത് ദൈവം നിയോഗിച്ചിരിക്കുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവാണ്. ദൈവവും ഒരേ സമയം മനുഷ്യനുമായിരിക്കുന്ന യേശുവിന് ആ അധികാരം പിതാവായ ദൈവം കൊടുത്തെങ്കിൽ ഒരു മനുഷ്യപുത്രന്, അതായത് മനുഷ്യനായിരിക്കുന്ന വ്യക്തിക്കും പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുണ്ടെന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ കർത്താവ് അവിടുന്ന് വെളിപ്പെടുത്തി തരികയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പത്രോസിനോട് ഈശോ പറയുന്നൊരു കാര്യമാണ്. ഈശോ പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഈശോ പത്രോസിനോട് പറയുകയാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ, അതായത് പത്രോസ് ആകുന്ന പാറമേൽ. പത്രോസ് എന്ന് പറയുമ്പോൾ അത് സഭയെയാണ് ഈശോ അവിടെ സൂചിപ്പിക്കുക. അതൊരു പാറയാണ്, ഒരിക്കലും പൊട്ടാത്ത, അതായത് ശക്തമായ ഉറപ്പുള്ള ഒരു പാറയാണ് ഈശോ പത്രോസിനോട് ഉപമിക്കുക. കാരണം അത് സഭയുടെ സ്ഥാപനമാണ് അവിടെ നടക്കുക. ഈശോ പറയുന്നു, ഇതാ നീ പാറയാണ്, പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പത്രോസിലൂടെ സ്ഥാപിക്കപ്പെട്ട ഈ തിരുസഭ, ഈശോ പത്രോസിന് അവകാശമായിട്ട് അല്ലെങ്കിൽ അധികാരം കൊടുത്തുകൊണ്ട് സഭയുടെ അധികാരിയെ നിയോഗിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, ഇതാ ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. സ്വർഗത്തിന്റെ സർവ്വ അധികാരവും സഭയിലൂടെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ പത്രോസിലൂടെയാണ്. പത്രോസിന്റെ കയ്യിലിരിക്കുന്ന താക്കോല് കൊണ്ട് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സന്ദേശം ഈശോ അവിടെ കൊടുക്കുക. എന്താണ് പത്രോസിന്റെ കയ്യിൽ കൊടുത്ത ഈ താക്കോല്? ഈശോ പറയുന്നുണ്ടല്ലോ, ഇതാ സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അപ്പൊ സ്വർഗവും ഭൂമിയായിട്ടുള്ള ഒരു ബന്ധം ഈശോ പത്രോസിന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ബന്ധത്തിന്റെ താക്കോലാണ് പത്രോസിന്റെ കയ്യിലോട് കൊടുക്കുക. അത് നമ്മുടെ സഭയുടെ നിയമങ്ങളും സഭയുടെ കൂദാശകളുമാണ് പത്രോസിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരിക. കാരണം പത്രോസിനോട് നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും, നിനക്ക് അതിന്റെ സർവ്വ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് ആരൊക്കെയാണ് ഇനി നീ തീരുമാനിക്കുക, അതിനുള്ള താക്കോല് ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. സഭയുടെ നിയമങ്ങൾ അനുസരിക്കുന്ന വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം.
സഭയുടെ നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തിക്ക് സ്വർഗരാജ്യം അവകാശമാകില്ല. കാരണം പത്രോസിലൂടെ വന്ന ആ സഭയ്ക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ സഭയോട് ചേർന്ന് നിൽക്കുക. ഈ സഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് തുല്യമാണ് സഭയുടെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക. അതുകൊണ്ട് പത്രോസ് നൽകിയ ഈ അധികാരം എന്ന് പറയുന്നത് പാപമോചന അധികാരവും പരിശുദ്ധ കുർബാനയുടെ അർപ്പണവും, അതായത് കൂദാശകളുടെ ജീവിതമാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ ആ കൂദാശകളിലൂടെ പത്രോസിന് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, അപ്പസ്തോലന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, ആ അപ്പസ്തോലന്മാരിലൂടെ അധികാരം കൈമാറ്റം ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള അവകാശം നൽകിയ വൈദികരിലൂടെ സഭ ഇന്നും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, പത്രോസിനല്ലേ അധികാരം കൊടുത്ത്? ഞാൻ ചോദിക്കട്ടെ, പത്രോസിന് അധികാരം കൊടുക്കുമ്പോൾ പത്രോസിന്റെ മരണത്തിന് ശേഷം പിന്നെ ആര്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഈശോ ഈ ഭൂമിയിൽ വന്നത് ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയല്ല. ആ കാലഘട്ടത്തിൽ മാത്രം ജീവിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിലൂടെ അവരെ മാത്രം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല. തലമുറകളായിട്ട് കർത്താവ് സ്ഥാപിച്ചെടുത്ത സഭയുടെ തുടക്കം മാത്രമാണ് ഈശോയുടെ ജീവിതകാലം എന്ന് പറയുന്നത്. അപ്പം പത്രോസിന്റെ കാലശേഷം ആര് നടത്തും? അടുത്ത മാർപ്പാപ്പ. അങ്ങനെ മാർപ്പാപ്പയുടെ അപ്പസ്തോല ഗണങ്ങളിലൂടെ, മെത്രാന്മാരിലൂടെ, ആ മെത്രാന്മാരെ നിയോഗിക്കുന്ന വൈദികരിലൂടെ അതൊരു കൈവപ്പ് ശുശ്രൂഷയാണ്. ഈശോയുടെ കൈവപ്പ് പത്രോസിന്, ഈശോയുടെ അധികാരം പത്രോസിന് നൽകി. പത്രോസ് തന്റെ അധികാരം മെത്രാന്മാർക്കും അല്ലെങ്കിൽ കർദിനാൾമാർക്കും അവിടെ നൽകി. കാരണം എല്ലായിടത്തും ലോകം മുഴുവൻ മാർപ്പാപ്പയ്ക്ക് ഓടിയെത്താൻ പറ്റത്തില്ല. അപ്പൊ മെത്രാന്മാരും കർദിനാൾമാരും അവര് ശിഷ്യന്മാരുടെ ആ ഭാഗത്ത് നിൽക്കുന്നവരാ. അപ്പോൾ അവർക്കും ഈ പറഞ്ഞതുപോലെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാന് പരിമിതികളുണ്ട്. ഒത്തിരി പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് വൈദികരെ, അവരുടെ ശിഷ്യന്മാരെ, നമുക്കറിയാം ഈശോയുടെ അപ്പസ്തോലന്മാർ 12 പേരുണ്ടായിരുന്നു. അതിന്റെ നേതാവായിരുന്നു പത്രോസ്. അപ്പോൾ അതിന് 12 പേര് ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർക്കും വീണ്ടും 72 പേര് ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ ശിഷ്യന്മാരുടെ ഒരു ഗണമുണ്ടായിരുന്നു ലോകം മുഴുവൻ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ പത്രോസിലൂടെ കൈവന്ന ഈ പാപമോചനം ഇന്ന് നമ്മൾ വൈദികരിലൂടെ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, ഈ പാപമോചനം നമ്മൾ കുംഭസാരത്തിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എങ്ങനെ അത് മോചിക്കപ്പെടും? ഈ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ട് ദൈവത്തോട് നേരിട്ട് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സഭയിലൂടെ നമ്മൾ പറയുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും കൃത്യമായിട്ട് പാപങ്ങൾ ഏറ്റുപറയേണ്ട കാര്യമുണ്ട്. കുറച്ച് പാപങ്ങൾ പറഞ്ഞ് ആ പാപം അല്ലെങ്കിൽ പത്രോസിലൂടെ കിട്ടിയ അധികാരം ഉപയോഗിച്ച് വൈദികൻ നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ എല്ലാ പാപങ്ങളും എന്തിനു ഏറ്റു പറയണം? വൈദികനോട് എന്തിനു ഇതെല്ലാം പറയണം എന്ന് നമുക്ക് ചില സംശയങ്ങൾ നമുക്ക് തോന്നും. നമുക്ക് ഒരു തിരുവചന ഭാഗം നമുക്ക് ധ്യാനിക്കാം. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 11 മുതൽ അവസാന വിധിയെക്കുറിച്ചാണ് പറയുന്നത്. 11 മുതലുള്ള തിരുവചനം നമുക്ക് നോക്കാം. യോഹന്നാന് ഉണ്ടായ വെളിപാടാണ്. യോഹന്നാന്, ഈശോയുടെ അപ്പസ്തോലനായ യോഹന്നാന് ദൈവം കാണിച്ചു കൊടുക്കുന്ന, ഈശോ കാണിച്ചു കൊടുക്കുന്ന വെളിപാടുകളാണ് ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ യോഹന്നാന് ഈശോ നൽകിയ വെളിപാട് പ്രകാരമാണ്. യോഹന്നാൻ പറയുന്നു, ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അപ്പൊ യോഹന്നാൻ ദർശനത്തിൽ കാണുകയാണ്, അല്ലെങ്കിൽ തന്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് ഈശോ യോഹന്നാൻ കാണിച്ചു കൊടുക്കുകയാണ്. സിംഹാസനത്തില്, ഒരു വലിയ സിംഹാസനത്തിൽ അതിലിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ സന്നദ്ധിയിൽ ഭൂമിയും ആകാശവും ഓടിയകന്നു, അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. അപ്പോൾ ഒരു വലിയ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. ആ സിംഹാസനത്തിന് മുൻപിലായിട്ട് വീണ്ടും അടുത്ത ഭാഗം 12-ാമത്തെ തിരുവചനം പറയുന്നു, മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. നോക്കുക, മരിച്ചവരെല്ലാവരും. ഈ യോഹന്നാൻ കാണുന്ന ദർശനത്തില് ഭൂമിയിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയ എല്ലാ വ്യക്തികളും, ഈ ഭൂമിയിൽ എങ്ങനെയെല്ലാം മരിച്ചോ, ആക്സിഡന്റ് പറ്റി മരിച്ചായിരിക്കാം. പിന്നീട് പറയുന്നുണ്ട്, സമുദ്രം തനിക്ക് അതിന് മുമ്പോട്ട് വായിക്കുമ്പോൾ 13-ാമത്തെ അധ്യായം വചനം പറയുന്നുണ്ട്, തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു, അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെട്ടു. അപ്പോൾ സമുദ്രത്തിൽ വീണ് മരിച്ചവരും, റോഡിൽ വീണ് മരിച്ചവരും, രോഗം വന്ന് മരിച്ചവരും, ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചവരും, എങ്ങനെ മരിച്ചവരായിരുന്നാലും ഈ മരിച്ചവര്
മരിച്ചവരെല്ലാവരും, 12-ാം തിരുവചനം പറയുന്നു, മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും, എത്ര ഉന്നതരാണെങ്കിലും, മാർപ്പാപ്പയാണെങ്കിലും മെത്രാനാണെങ്കിലും വൈദികനാണെങ്കിലും സന്യസ്തരാണെങ്കിലും അൽമായരാണെങ്കിലും ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും വിജാതീയരാണെങ്കിലും സ്വജാതീയരാണെങ്കിലും ഏത് തരത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഏതെല്ലാം തരത്തിൽ മരിച്ചുപോയ അവരെല്ലാവരും ഇതാ ആ സിംഹാസനത്തിന്റെ മുൻപിൽ വന്നു നിൽക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരിക്കൽ അന്ത്യദിനത്തില് കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന്റെ പരിണിത ഫലങ്ങള് ആ സിംഹാസനത്തിന് മുമ്പിൽ നാം തുറന്ന് കാട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെ ആ സിംഹാസനത്തിന് മുമ്പിൽ വലിയവരും ചെറിയവരുമായി എല്ലാവരും നിൽക്കുന്നത് യോഹന്നാൻ കാണുകയാണ്. വീണ്ടും പറയുന്നു, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ ഈ സിംഹാസനത്തിന് മുമ്പിൽ ഒരു സംഭവമുണ്ട്, ഗ്രന്ഥങ്ങൾ, കുറെ ഗ്രന്ഥങ്ങൾ അവിടെ തുറക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും പറയുകയാണ്, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, ഒരു ഗ്രന്ഥവും. അപ്പൊ രണ്ട് തരത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് അവിടെയുള്ള. ഒന്ന് ഗ്രന്ഥങ്ങൾ, കുറെ ഗ്രന്ഥങ്ങൾ അവിടെയുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അതിന്റെ ഫ്രണ്ട് പേജ് അങ്ങ് തുറന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ആ ഗ്രന്ഥങ്ങളെല്ലാം തുറക്കപ്പെട്ടു. ആ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് നോക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തില് ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ തുറക്കപ്പെട്ടു. എന്നാൽ മറ്റൊരിടത്ത് ഒറ്റയ്ക്കിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. അതാണ് പിന്നീട് പറയുന്നത്, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവന്റെ ഗ്രന്ഥമാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ജീവന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാണ്. പിന്നീട് പറയുന്നു, ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസരിതം മരിച്ചവർ വിധിക്കപ്പെട്ടു. അപ്പൊ ആദ്യം തുറന്ന ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഗ്രന്ഥങ്ങളിൽ പേരെഴുതിയിരിക്കുന്നവര് അവരുടെ പ്രവൃത്തികളും അവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങളില് കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം വ്യക്തമാണ്. ഈശോ പറയുന്നുണ്ട്, ഇതാ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക വളരെ ദുഷ്കരം, നീതിമാന്മാർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. നീതിമാനായിട്ട് ജീവിക്കുന്ന, വിശുദ്ധനായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ വചനം പറയുന്നുണ്ട്, ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട. അനേകം പേരൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കല്ല. വലിയ ഒരു ജനതയുണ്ടെങ്കിലും അതിൽ നിന്ന് ചെറിയ ഒരു ജനത മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. ഈശോ ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. ഒരു ചെറിയ ഗണത്തെ, തൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന, തൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു ചെറിയ ഗണത്തിന് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഗ്രന്ഥവും മറ്റെല്ലാം ഗ്രന്ഥങ്ങളും, ഈ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന പേരുകളോടൊപ്പം തന്നെ അവർ ചെയ്ത പ്രവൃത്തികൾ, അവർ ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ അധ്യായത്തില് 12-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുക, അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി അവർ വിധിക്കപ്പെട്ടു. അപ്പോൾ വിധിക്കപ്പെടുന്നത് ആരാണ്? വിധി സാത്താനും സാത്താന്റെ സന്തതികൾക്കുമാണ്, സാത്താനോട് ചേർന്ന് നിൽക്കുന്നവർക്കുമാണ്. അപ്പൊ വിധിക്കപ്പെടുന്നത് ആരാ? പാപികളാണ് എപ്പോഴും വിധിക്കപ്പെടുക. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരുള്ളവർക്ക് വിധിയില്ല, അവർക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അവർക്കൊരു വിധിയില്ല. അവരുടെ വിധി എന്ന് പറയുന്നത് തനത് വിധി. അവർ മരിക്കുമ്പോൾ തന്നെ കർത്താവ് അവരുടെ വിധി രേഖപ്പെടുത്തി. അവർ വിശുദ്ധരായി തന്നെ അവർ മരിച്ചെങ്കിൽ ആ വിധി സ്വർഗരാജ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കലാണ്. എന്നാൽ പാപത്തോടുകൂടി മരിക്കുന്നവരുടെ വിധി അന്ത്യദിനത്തില അവരെ നരകത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക്, സ്വർഗവും നരകവുമുണ്ട്, നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയുക എന്നുള്ളത് അന്ത്യവിധിയാണ്. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങളിൽ പേരെഴുതിയിരിക്കുന്നവര് അവർ ആ പ്രവൃത്തിക്കനുസരിച്ച് വിധിക്കപ്പെട്ടു. വീണ്ടും പറയുകയാണ് 14-ാമത്തെ തിരുവചനം, മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. അപ്പൊ ഗ്രന്ഥങ്ങളിൽ പേരെഴുതിയിരിക്കുന്നവര് എവിടെ പോകും? പാപികളായിരിക്കുന്നവര്, പാപത്തോടുകൂടി മരിക്കുന്നവര്, അനുതാപമില്ലാതെ മരിക്കുന്നവര്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കുന്നവർ, ഇവരെല്ലാവരും ഒരു അഗ്നി തടാകത്തിലേക്കാണ് എറിയപ്പെടുക. എന്നാൽ നീതിമാനായി ജീവിക്കുന്നവർക്ക്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും സ്വർഗത്തിന് അവകാശികളാണ്. അപ്പൊ ഇത് പറയുമ്പോൾ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നു. സഭയിൽ ഒരു വിശുദ്ധ, ആ വിശുദ്ധയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദർശനമുണ്ട്. ഈ വെളിപാടിന്റെ യോഹന്നാനുണ്ടായ വെളിപാട് പോലെ തന്നെ ഈ വിശുദ്ധയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദർശനമുണ്ട്. ആ വിശുദ്ധ കാണുകയാണ്, ഇതാ ഒരു തടി കസാരയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു തടിയുടെ കസാര. ആ കസാരയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ആ മനുഷ്യന്റെ ദേഹം ആ സകല മുറിവുകളും രക്തമൊലിക്കുന്നു. തലയിൽ മുൾമുടി ധരിച്ചിട്ടുണ്ട്.
ഇരിക്കുന്ന കസാരയ്ക്ക് രണ്ട് സൈഡിലും രണ്ട് മറകൾ വെച്ചിട്ടുണ്ട്, രണ്ട് മറ. അപ്പൊ ഈ മറയുടെ സൈഡിലേക്ക് ഒരാൾ വന്ന് മുട്ടുകുത്തുന്നു. മുട്ടുകുത്തി തൻ്റെ പാപങ്ങൾ ഏറ്റു പറയുന്നു. അപ്പോൾ ഈ കസാരയിൽ ഇരിക്കുന്ന, രക്തം വാർന്നിരിക്കുന്ന ആ മുൾമുടി അണിഞ്ഞ മനുഷ്യൻ, അത് യേശു ക്രിസ്തുവാണ്. ആ ഈശോ തന്നോട് ഏറ്റു പറയുന്ന, പാപങ്ങൾ ഏറ്റു പറയുന്ന ആ വ്യക്തിയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, ആ പാപം ഏറ്റു പറയുമ്പോഴും, ഓരോ പാപം പറയുമ്പോഴും തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ മുറിവിൽ നിന്നും ഒഴുകുന്ന ആ തിരുരക്തം ഇതാ ഈ വ്യക്തി ഏറ്റു പറയുന്ന പാപങ്ങളിലേക്ക് ഒഴുകുക. അതായത് ഗ്രന്ഥങ്ങളിൽ പേരെഴുതിയിരിക്കുന്ന ഈ വ്യക്തിയുടെ പാപങ്ങൾ, ഗ്രന്ഥങ്ങളിൽ എഴുതിയപ്പെട്ടിരിക്കുന്ന ആ പേജിലേക്ക്, അല്ലെങ്കിൽ ആ പാപത്തിന്റെ മേഖലകളിലേക്ക് ഈശോയുടെ തിരുരക്തം തെറിച്ചു ചെന്ന് ആ ഗ്രന്ഥങ്ങളിൽ വീഴുന്നു. ഇയാൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിട്ട് ഈ വിശുദ്ധ കാണുകയാണ്. അപ്പോൾ ആ വ്യക്തി ഏതെല്ലാം പാപങ്ങൾ ഏറ്റുപറയുന്നോ അതെല്ലാം ഈശോ മായ്ച്ചു കളയുക, തൻ്റെ തിരുരക്തം കൊണ്ട് മായ്ച്ചു കളയുക. മറ്റൊന്നുകൊണ്ടും ഗ്രന്ഥങ്ങളിലെ പേരുകൾ മായ്ക്കാൻ സാധിക്കില്ല. ഗ്രന്ഥങ്ങളിലെ പാപത്തിന്റെ പേരുകൾ അവിടുന്ന് മായ്ക്കാൻ സാധിക്കില്ല. യേശുവിന്റെ തിരുരക്തം കൊണ്ട് മാത്രമേ ആ പാപത്തിന്റെ കറകൾ മായ്ച്ചു കളയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇതാ ഈ രക്തം അത് പാപമോചനത്തിനായി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ് ഈശോ തിരുരക്തം ഒഴുക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുകിയത്. അപ്പോൾ ഈ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയുന്ന വ്യക്തിയുടെ ആ പാപങ്ങളെല്ലാം ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് മായ്ക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ഈശോ പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഇതാ എൻ്റെ കരുണയുടെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി മലർക്ക് തുറന്നിട്ടിരിക്കുന്നു. ഈ കരുണയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കരുണയുടെ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കുവിൻ. അതായത് കരുണയുടെ വാതിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, കരുണയുടെ ഈശോയുടെ രൂപത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് രണ്ട് കതിരുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഒരു ചുവന്ന കതിരുകൾ, ഒന്ന് ഒരു വെള്ള കതിരുകൾ, നീല കലർന്ന വെള്ള കതിരുകൾ. എന്തിനാണ് അത് സൂചിപ്പിക്കുന്നത്? ചുവന്ന കതിരുകൾ പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയാണ് ഈശോയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ആ തിരുരക്തം. ആ തിരുരക്തത്തിന്റെ ആ ഒരു പരിശുദ്ധ കുർബാനയെയും വെള്ളക്കതിരുകൾ ജലത്തെയുമാണ്. ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ട്, ഈശോ കുരിശിൽ കിടന്നപ്പോൾ അവസാന തുള്ളി രക്തവും ജലവും നമുക്ക് നൽകിയെന്ന് പറഞ്ഞല്ലോ. ഒരു പടയാളി തൻ്റെ പാർശ്വത്തിൽ കുത്തി അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി. ആ രക്തവും ജലവുമാണ് ഈശോ തൻ്റെ കരുണയുടെ ആ പടത്തിലൂടെ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് വെളിപ്പെടുത്തിയത്. അതായത് ഒരു മനുഷ്യനെ കഴുകി വിശുദ്ധീകരിച്ച് തൻ്റെ ജലം കൊണ്ട്, അതായത് ജലം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് മാമോദീസായെ ഉദ്ദേശിക്കുന്നു, കുമ്പസാരത്തിനെ ഉദ്ദേശിക്കുന്നു. കാരണം പാപത്തിന്റെ കറ, ജന്മപാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും കറകൾ കഴുകിക്കളയുക മാമോദീസായിലൂടെയാണ്. പിന്നീട് നമ്മൾ ആ കറകൾ കഴുകുന്നത് ഈശോയുടെ തിരുജലമായി കുമ്പസാരത്തിലൂടെ. അപ്പോൾ മാമോദീസായും കുമ്പസാരവും ഈശോയുടെ ആ വെള്ള കതിരുകളെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ചുവന്ന കതിരുകൾ ഈശോയുടെ തിരുരക്തത്തെയും തിരുശരീരത്തെയും സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഫൗസ്റ്റീനോട് പറഞ്ഞ ഇതാണ്, കരുണയുടെ വാതിലിലേക്ക് വരിക. ഈ ലോകം മുഴുവൻ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുക. അല്ലാണ്ട് വേറൊരു വഴിയില്ല സ്വർഗരാജ്യത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും കുമ്പസാരത്തിലൂടെ ഒരുങ്ങി ആ പരിശുദ്ധ കുർബാനയോട് ചേരുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ നിമിഷവും നിത്യജീവനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലർക്കൊരു സംശയം തോന്നാം, അങ്ങനെയുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ളവരെല്ലാവരും ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കും? നേരത്തെയൊക്കെ പലരും പറയുമായിരുന്നു, അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഈശോ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വിടുന്നു. ഒരിക്കലുമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, ഇതാ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. അവൻ നിത്യജീവനിലേക്ക് അവൻ പ്രവേശിക്കും. അപ്പൊ യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാത്ത ഒരു വ്യക്തിക്കും സ്വർഗരാജ്യം ലഭിക്കുകയില്ല. കാരണം ഏക രക്ഷകൻ യേശു മാത്രം. ആകാശത്തിനും ഭൂമിക്കും ഇടയെ, പിതാവായ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി നൽകപ്പെട്ട ഏക നാമമാണ് യേശുനാമം. മറ്റൊരു ദൈവവും ഇല്ല ഈ ലോകത്തില്, മറ്റൊരു നാമവും ഇല്ല ദൈവത്തിന് വേണ്ടി. ദൈവത്തിന്റെ നാമം യേശുനാമം മാത്രം. ആ യേശു നാമത്തിലൂടെ, വിശ്വാസത്തിലൂടെ ആ യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുവാന് മാമോദീസായിലൂടെ, കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട്, കുമ്പസാരിച്ച് ഒരുക്കത്തോടുകൂടി, ചുമ്മാ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കാര്യമില്ല, ഒരുക്കത്തോടുകൂടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അവിടുന്ന് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും അഗ്നി തടാകത്തിൽ എറിയപ്പെടും.
അതുകൊണ്ടാണ് ലോകം മുഴുവൻ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകം മുഴുവൻ പോയി ഈ സുവിശേഷം നിങ്ങൾ പ്രസംഗിക്കണം. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും കത്തോലിക്കർ ചിന്തിക്കാറുണ്ട്, ക്രിസ്ത്യാനികൾ നമ്മൾ കുമ്പസാരിക്കുന്നവർ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ കുമ്പസാരിച്ചെന്നാൽ കുർബാന സ്വീകരിച്ചെന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. ഇല്ല, കുമ്പസാരിച്ചു എന്ന് കരുതി കുർബാന സ്വീകരിച്ചു എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. അതിന്റെ കാരണം ഈ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങൾ മാത്രമാണ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മായ്ക്കപ്പെടുക. പല വ്യക്തികളും കുമ്പസാരത്തിലൂടെ കണ്ടിട്ടുണ്ട്, കുമ്പസാരിക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല പാപങ്ങളും മറച്ചു വെച്ച് അവർ കുമ്പസാരിക്കുവാറുണ്ട്. ചില പാപങ്ങൾ, ലഘുവായ പാപങ്ങൾ അവർ വൈദികനോട് ഏറ്റുപറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കട്ടിയായിട്ടുള്ള പാപങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വളരെ ചെറുതായിട്ടൊക്കെ പറഞ്ഞ് വേറെ ഭാഷയിലൊക്കെ പറഞ്ഞ് അച്ഛന് മനസ്സിലാവില്ലാത്ത രീതിയിൽ പറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അച്ഛൻ പിന്നീട് വീണ്ടും ചോദിക്കുക, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ലഘുവായ ഏതെങ്കിലുമൊക്കെ പാപം പറഞ്ഞ് ഈ ഘനമുള്ള പാപത്തെ ഒളിച്ചു വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ കാരണം ഇതാണ്. പല വ്യക്തികളും ചിന്തിക്കും, ഞാൻ ഈ പാപങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. കാരണം കുമ്പസാരം കത്തോലിക്ക സഭയ്ക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു നിധിയാണ് കുമ്പസാരം. ഒരു വൈദികനും തൻ്റെ അടുത്ത് വരുന്ന പാപിയുടെ പാപങ്ങൾ പുറത്തു പറയുവാൻ അനുവാദമില്ല. നമുക്കറിയാം, സഭയിൽ അതിനുവേണ്ടി രക്തസാക്ഷികളായ വിസ്തര വരെയുണ്ട്. അപ്പോൾ കുമ്പസാരം എന്ന് പറയുന്നത് വളരെ വലിയൊരു രഹസ്യമാണ്. അത് ദൈവമാണ് അവിടെ ആ കുമ്പസാരക്കൂട്ടിലൂടെ അത് പാപങ്ങൾ കേൾക്കുന്നത്, ആശീർവാദം കൊടുക്കുന്നത്. ഒരു വൈദികൻ ഒരാളായിട്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വൈദികൻ ആ കുമ്പസാരത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇരയായാൽ തീർച്ചയായിട്ടും ആ വൈദികന്റെ നാവിൽ നിന്ന് അത് പോകുന്നതിന് മുൻപായിട്ട് തന്നെ യേശു അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. അല്ലെങ്കിൽ അത് ഒരിക്കലും പുറത്തേക്ക് പോകാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് ഓർക്കുക, ഒരു വൈദികനോട് കുമ്പസാരിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ മറച്ചു വെച്ച് കുമ്പസാരിക്കുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. അത് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കും. ആ പാപങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകുകയില്ല. അപ്പൊ കൃത്യമായിട്ട് വ്യക്തമായിട്ടും പറയുന്ന പാപങ്ങളിൽ നിന്ന് മാത്രമേ കർത്താവ് മോചനം കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോയുടെ അടുത്ത് വന്നവരോട്, പാപനിയായ സ്ത്രീ വന്നപ്പോൾ അവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ ഇനിമേൽ പാപം ചെയ്യരുത്. അവളുടെ പാപം ആ സമൂഹം യേശുവിന്റെ മുൻപിൽ അവതരിപ്പിച്ചു. ഇതാ ഇവള് വ്യഭിചാരിയായ സ്ത്രീയാണ്. ആ ഈശോയുടെ മുമ്പിൽ, കാലിന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ആ സ്ത്രീ കുമ്പസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഇനിമേൽ നീ പാപം ചെയ്യരുത്, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീ പിന്നെ യേശുവിനോട് ചേർന്ന് ജീവിക്കുക ചെയ്ത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ഷമിക്കപ്പെടുകയില്ല. അത് അന്ത്യവിധിയിൽ നിത്യ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നീ കുമ്പസാരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിത്യരക്ഷ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചിലർക്ക് ചോദിച്ചേക്കാം, പല പാപങ്ങളും മറന്നു പോയിട്ടുണ്ടാകാം. ചില പാപങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കുമ്പോൾ ഓർക്കില്ല, എന്നാൽ പിന്നീട് അത് ഓർക്കുമ്പോൾ നമ്മളത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ചിലർ പറയാറുണ്ട്, എനിക്ക് പാപങ്ങളൊന്നുമില്ല, എന്തോ പാപമാണ്, എനിക്ക് കുമ്പസാരിക്കാൻ ഒന്നുമില്ല, ഞാൻ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ പാപത്തിന്റെ മേഖലകൾ ഒന്ന് ചിന്തയിലൂടെ നമ്മൾ ചെയ്യുന്ന പാപം. 4 മേഖലകളാണ് നമുക്ക് കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ടത്. ഒന്ന് ചിന്തയിലൂടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് ഒരു അസൂയോടുകൂടി ചിന്തിച്ചാൽ, മറ്റുള്ളവർ നടന്നു പോകുമ്പോൾ തെറ്റായിട്ടുള്ള രീതിയിൽ അവരെ കണ്ടെന്നാൽ, നമ്മുടെ മനസ്സിൽ വരുന്ന, നമ്മുടെ ചിന്തയിൽ വരുന്ന പാപങ്ങൾ അത് ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കേണ്ട പാപങ്ങളാണ്. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും. ഒന്ന് വിചാരത്താല്, നമ്മൾ വിചാരത്തിലൂടെ ചെയ്യുന്നത്, അത് നമുക്ക് പ്രവൃത്തിയിൽ വരുന്നില്ല എന്ന് കരുതി അത് പാപമാകാതിരിക്കില്ല. അത് നമ്മൾ ഏറ്റു പറയണം. ഓരോ നിമിഷവും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, അവരെ വിലയിരുത്തുമ്പോൾ, തെറ്റായ രീതിയിൽ മറ്റുള്ളവരെ കാണുമ്പോൾ, ഇതെല്ലാം വിചാരത്തിൽ ചെയ്യുന്ന പാപങ്ങളാണ്. അതുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് എന്നും കുമ്പസാരിക്കുന്ന ശീലമുണ്ടായിരുന്നു. പല വിശുദ്ധരും എന്നും കുമ്പസാരിക്കുമായിരുന്നു. ചിലർക്ക് ദിവസങ്ങളിൽ പല പ്രാവശ്യം കുമ്പസാരിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ചെറുതായിട്ട് മനസ്സിലൊരു പാപചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവരത് പോയി ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാക്കിലൂടെ പോകുന്ന ചില പാപങ്ങൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലൂടെയും നല്ലത് പറയാതെ, മറ്റുള്ളവരോട് പറയുന്നില്ലെങ്കിൽ പോലും ദേഷ്യത്തിന് നമ്മൾ പറയുന്ന ആവശ്യമില്ലാത്ത ചില വാക്കുകൾ, നമ്മുടെ നാവിൽ നിന്ന് പോകുന്ന ചില വാക്കുകൾ, ആ നാവാണ് ശരീരത്തെ മുഴുവൻ ചീത്തയാക്കുന്നത്. ആ നാവിലൂടെ പറയുന്ന വാക്കുകൾ അവസാനം നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും കാർന്നു തിന്നും. അതുകൊണ്ട് നമ്മുടെ വാക്കിലൂടെ പറയുന്ന പാപങ്ങൾ, നമ്മൾ അറിയാണ്ട് പോലും പറയുന്ന പാപങ്ങൾ, അത് വലിയ ഗൗരവമുള്ള പാപങ്ങളാണ്.
മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ, അതായത് മറ്റുള്ളവരുടെ മേൽ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികളിലൂടെ ചെയ്യുന്ന പാപങ്ങൾ, ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, പീഡിപ്പിക്കുക, കൊല്ലുക, അങ്ങനെയുള്ള നമ്മുടെ പ്രവൃത്തികളിലൂടെ മോഷ്ടിക്കുക, ഇങ്ങനെ പ്രമാണങ്ങളുടെ ലംഘനം, നമ്മുടെ പ്രവൃത്തിയിൽ വരുന്ന പാപങ്ങൾ മൂന്നാമത്തെ മേഖല. ഇനി നാലാമത്തെ ഒരു മേഖലയുണ്ട്, പലപ്പോഴും പലരും മറന്നു കിടക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ കൺമുൻപിൽ ഒരു നന്മ ചെയ്യുവാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് അത് നമ്മൾ വേണ്ട എന്ന് വെച്ച് പോകുമ്പോൾ, ഇത് ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്, ഇടപെട്ട് കഴിഞ്ഞാൽ അത് അവസാനം എനിക്ക് തന്നെ ഭാര്യയായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടാതെ ചിലർ പറയാറുണ്ട്, ഞാൻ മറ്റുള്ളവരോട് ദൈവവചനം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അനുതാപത്തിന് വേണ്ടി മറ്റുള്ളവരോട് നിങ്ങളൊരു ധ്യാനം കൂടാൻ വേണ്ടി പോകും എന്നൊക്കെ പറയുമ്പോൾ അവർ എന്നെ എതിർത്ത് സംസാരിക്കാറുണ്ട്. കുറച്ച് കഴിയും വീണ്ടും ഞാൻ അവരോട് പറയും, ദിവസങ്ങൾ കഴിയും വീണ്ടും പറയും. അങ്ങനെ പലരോടും സംസാരിക്കും. പലരും എന്നോട് ചോദിക്കും, നിനക്കെന്നെ വേറെ പണിയൊന്നുമില്ലേ, നിനക്കിങ്ങനെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടെന്നാൽ, മറ്റുള്ളവരെ ഇങ്ങനെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടാൽ നിനക്ക് എന്ത് ഗുണം? അപ്പം നമ്മൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ ഭയന്നുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുവാൻ, ദൈവത്തെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നു. സത്യത്തിൽ അത് ഉപേക്ഷ കൊണ്ടുള്ള പാപമാണ്. മറ്റൊരാൾക്ക് നന്മ ചെയ്യുവാൻ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നമ്മളോട് ചോദിക്കുന്നില്ല, ഇന്നത് ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലായി ആ വ്യക്തിക്ക് ഇന്ന ആവശ്യമുണ്ട്, അവരുടെ ജീവിതത്തിൽ ഇന്ന ആവശ്യമുണ്ട് എന്നെ കൊണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ അങ്ങോട്ട് ചെന്ന് ഞാൻ നന്മ ചെയ്യാതിരിക്കുമ്പോൾ അത് ഉപേക്ഷ കൊണ്ട് വരുന്ന പാപമാണ്. ഈ 4 മേഖലകളിൽ ചെയ്ത പാപങ്ങൾ, ഉപേക്ഷ കൊണ്ട് ചെയ്ത പാപങ്ങൾ പലരും കുമ്പസാരത്തിൽ ഏറ്റു പറയാറില്ല. അതും ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുക. ഞാൻ പറയാം, ഉദാഹരണമായിട്ട് ഒരു 10 പാപം ചെയ്ത ഒരു വ്യക്തി കുമ്പസാരക്കൂട്ടിലോട്ട് കടന്നു ചെന്ന് ആ പാപങ്ങൾ വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി ഏറ്റു പറയുമ്പോൾ, ഈശോയുടെ മുമ്പിൽ ആണെന്നുള്ള ചിന്തയോടുകൂടി ഏറ്റു പറയുമ്പോൾ, അതിൽ ഒരു പാപം ആ വ്യക്തി മറച്ചു വെക്കുക. അതിന് കാരണം ചിലപ്പോൾ ഇതായിരിക്കും, ഒന്നുകിൽ പരിചയമുള്ള വൈദികനായിരിക്കാം, അല്ലെങ്കിൽ ആ പാപം പറയുവാൻ ഒരു മോശമായിട്ട് ഒരു ലജ്ജ തോന്നുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ആ പാപം പറയാതിരുന്നാൽ ആ കുമ്പസാരത്തിലൂടെ ആ വ്യക്തിക്ക് അനുഗ്രഹമല്ല, മറിച്ച് ഒരു ശാപമാണ് ആ വ്യക്തിക്ക് ആ കുമ്പസാരത്തിലൂടെ ലഭിക്കുക. 10 പാപം കൊണ്ട് പോയ വ്യക്തി 11ാമത്തെ പാപം കുമ്പസാരക്കൂട്ടിൽ, അതായത് കൂദാശയെ അവഗണിച്ചു, കൂദാശയെ അവഹേളിച്ചു എന്നുള്ള 11ാമത്തെ ഗൗരവകരമായ ഒരു പാപം ചെയ്യേണ്ടി വരും. അവസാനം കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ വ്യക്തിക്ക് തൃപ്തി ഉണ്ടായിരിക്കാം, ഞാനത് പറഞ്ഞു, ഇല്ലെങ്കിൽ അച്ഛൻ മനസ്സിലാകാതെയാണെങ്കിൽ ഞാനത് പറഞ്ഞല്ലോ. അപ്പൊ ആ തെറ്റ് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന വ്യക്തി വീണ്ടും പോയി പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇതാ 11ാമത്തെ പാപത്തിന്റെ കൂടെ ഒരു പാപം കൂടെ, 12ാമത്തെ പാപം തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നത് യോഗ്യതയോടുകൂടി അല്ല, ഈ ഈശോയുടെ ദൈവത്തിന്റെ മേശയിൽ നിന്ന്, ക്രിസ്തുവിന്റെ മേശയിൽ നിന്ന് നീ കഴിക്കുന്നതെങ്കിൽ, ഈ അപ്പം സ്വീകരിക്കുന്നതെങ്കിൽ യോഗ്യതയില്ലാതെയാണെങ്കിൽ, നീ പാപങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് നീ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിന്റെ തന്നെ ശിക്ഷാവിധിയാണ് നീ സ്വന്തമാക്കുക. അതായത് അന്ത്യവിധിയിൽ നിന്റെ അഗ്നി തടാകത്തിലേക്കാണ് നീ അവിടെ വഴിതെളിക്കുക. നീ കുർബാന സ്വീകരിച്ചു എന്ന് കരിക്കൊണ്ട് നീ സ്വർഗത്തിൽ പോവില്ല, അത് യോഗ്യതയോടുകൂടി സ്വീകരിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. അപ്പൊ 12 പാപങ്ങളുമായിട്ട് കുമ്പസാരിക്കുവാൻ വേണ്ടി വന്നയാൾ, 10 പാപങ്ങളോടുകൂടി വന്നയാൾ 12ാമത്തെ പാപവും ചെയ്തുകൊണ്ട് ഇതാ കുർബാന സ്വീകരിച്ച് നരകത്തിന് അർഹനായി തീരുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരരെ, നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വൈദികനോട് പറയുന്ന പാപങ്ങൾ മാത്രമാണ് യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കുമ്പസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് സഭയുടെ നിയമമാണ്. കുമ്പസാരിക്കുന്ന വ്യക്തികൾക്ക്, അതിൻ്റെ നിയമങ്ങളോടുകൂടി കുമ്പസാരിക്കുന്ന വ്യക്തികൾക്ക്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെ മറ്റു പലരും പറയുന്ന പോലെ മനുഷ്യരോട് എന്തിനാ, അച്ഛന്മാരോട് എന്തിനാ കുമ്പസാരിക്കുന്നത്, ദൈവത്തോട് നേരിട്ട് കുമ്പസാരിച്ച പോരെ. ദൈവത്തോട് നേരിട്ട് കുമ്പസാരിക്കാനാണെങ്കിൽ ദൈവം എന്തിന് ഈ ഭൂമിയിൽ അവതരിച്ചു മനുഷ്യനായിട്ട്? ഈ പ്രമാണങ്ങളെല്ലാം നമുക്ക് ദൈവം നേരത്തെ തന്നിട്ടുണ്ടല്ലോ. പ്രമാണങ്ങളും കൽപ്പനകളും എല്ലാം നമുക്ക് ദൈവം നേരത്തെ തന്നിട്ടുണ്ട്. സ്നേഹത്തിന്റെ പ്രമാണങ്ങളും ദൈവം അവിടെ അരുളി ചെയ്തിട്ടുണ്ട്. യേശു വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പാപമോചനമാണ്. അനേകം വ്യക്തികൾ ഈ നീതിമാൻ ഒന്ന് ചിന്തിച്ച് നോക്കിയെന്നറിയാം, യേശുവിൻ്റെ മരണത്തിന് മുൻപ് തന്നെ, യേശു രക്തസാക്ഷിത്വം, യേശു കുരിശിൽ മരിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ച വ്യക്തിയാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. നീതിമാനായ വ്യക്തികൾക്ക് സ്വർഗരാജ്യം അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ യേശുവിൻ്റെ ജനനത്തിന്, യേശുവിൻ്റെ മരണത്തിന് ശേഷം യേശുവിലൂടെയാണ് ആ നീതിമാൻ പ്രവേശിക്കുന്നത്. നീതിമാനായ ഒരു വ്യക്തിക്ക് യേശുവിലൂടെ അല്ലാതെ
ഒരു വഴിയിലൂടെയും സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നീതിമാൻ ഈ കർത്താവിൻ്റെ കൂദാശകളിലൂടെ സഭ നമുക്ക് ഈശോയിലൂടെ നമുക്ക് നൽകപ്പെട്ട് പത്രോസിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ അധികാരത്തിലൂടെ സഭ എന്ന് പറയുന്ന പാറമേല്, ഈ സഭയാകുന്ന പാറമേൽ സ്ഥാപിച്ച കൂദാശകളിലൂടെ നാം നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത്. അല്ലാതെ മനുഷ്യര് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാലോ, വേറെ ഏതെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിയാലോ, എന്തെല്ലാം ത്യാഗപ്രവർത്തികൾ ചെയ്താലോ, മല കയറാൻ പോയാലോ, റോഡിൽ കൂടെ കിടന്ന് ഉരുണ്ടാലോ, ചൂലെടുത്തടിച്ചാലോ, ഉരുളി കമത്തിയാലോ, തിരി കത്തിച്ചാലോ, ഇതുകൊണ്ടൊന്നും നിത്യജീവൻ നമുക്ക് ലഭിക്കുകയില്ല, സ്വർഗരാജ്യം ലഭിക്കുകയില്ല. സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ നീതിമാനായി ജീവിക്കണം. നീതിമാനായി ജീവിച്ചുകൊണ്ട് സഭയിലൂടെ, വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സഭയിലൂടെ, കത്തോലിക്ക സഭയിലൂടെ, മാർപ്പാപ്പായുടെ, അതായത് പത്രോസിന്റെ കൈവപ്പിലൂടെ ലഭിച്ച സഭയിലൂടെ, അതിൽ നിന്ന് വിട്ടുപോയവരിലൂടെ അല്ല. സഭയിൽ നിന്ന് ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇല്ലെങ്കിൽ മെത്രാന്മാരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ മാർപ്പാപ്പയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് സഭ വിട്ടുപോയവരിലൂടെ അല്ല. ആ സഭ വിട്ടുപോയവരിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷയില്ല. സഭയിലൂടെ, സഭ നൽകുന്ന ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ ശിരസ് ക്രിസ്തുവും ശരീര സഭയുമായിരിക്കുന്നത് പോലെ ആ സഭയിലൂടെ കിട്ടിയ കുദാശകളിലൂടെ വളർന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സഹോദരരെ, നിങ്ങളുടെ ഈ കുദാശ സ്വീകരണത്തെക്കുറിച്ച് ധ്യാനിക്കുക. നിങ്ങൾ നടത്തിയിട്ടുള്ള കുമ്പസാരങ്ങൾ കള്ള കുമ്പസാരങ്ങളാണോ, നല്ല കുമ്പസാരങ്ങളാണോ? നിങ്ങൾ പാപങ്ങളെല്ലാം കർത്താവിനെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലർക്കൊരു സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, ഞാൻ മറന്നുപോയ പാപങ്ങൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ പാപങ്ങൾ, ഞാൻ ഓർക്കുന്നില്ലാത്ത വിചാരം കൊണ്ടും വാക്കുകൊണ്ടും ഉപേക്ഷ കൊണ്ട് ചെയ്ത പാപങ്ങൾ എങ്ങനെ ക്ഷമിക്കപ്പെടുമോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഓർത്ത് കുമ്പസാരിക്കുക. ഇനി അഥവാ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് യേശുവിൻ്റെ രക്തം, അതാണ് പരിശുദ്ധ കുർബാനയിൽ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറയുന്നുണ്ടല്ലോ. ഹൃദയം കൊണ്ട് ചെയ്ത, മനസ്സുകൊണ്ട് ചെയ്ത, ഞാൻ അറിയാതെ വന്നിട്ടുള്ള പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആ കുർബാനയിൽ തന്നെ നമുക്ക് അനുദപിക്കുവാനുള്ള അവസരമുണ്ട്. അങ്ങനെ അനുദപിച്ച് കുമ്പസാരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലില്ലാത്ത, എൻ്റെ ഉള്ളിലില്ലാത്ത, ഞാൻ ഓർക്കാത്ത പാപങ്ങൾ കർത്താവ് തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കും. ഞാൻ ഓർക്കാത്ത പാപങ്ങൾ, ഞാൻ മറന്നു കിടക്കുന്ന പാപങ്ങൾ, ഓർക്കുന്നതോ മറന്നുപോയതോ മനഃപൂർവ്വം മറന്നു കളഞ്ഞതോ അല്ല, മറന്നുപോയ പാപങ്ങൾ കർത്താവ് അവിടുത്തെ തിരുരക്തം കൊണ്ട്, തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അവിടുന്ന് ആ പാപങ്ങളും നമ്മൾ കഴുകി വിശുദ്ധരാക്കി സ്വർഗരാജ്യത്തിന് അവകാശികളാക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുമ്പസാരത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ വളരാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി ഈ കത്തോലിക്ക സഭയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഈ സമ്പത്ത് ആസ്വദിക്കുവാനും വലിയ സമ്മാനം ആസ്വദിക്കുവാനും നമുക്ക് ഈ കുമ്പസാര കുർബാനയിലൂടെ നമുക്ക് വളരാം. അതിന് വേണ്ടുന്ന കൃപ നമുക്ക് ദൈവം തരട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ കരം പിടിച്ച് യേശുവിലേക്ക് നടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. change.